അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇപ്പോ ഞാൻ റൈസാൻഡ് ചെയ്തു എന്ന് ശരിയാണെങ്കിൽ ഇപ്പൊ ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ വിഷയം കൂടെ നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇപ്പൊ ബാങ്ക് വിളിക്കാൻ സമയമായതാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല ആരോഗ്യം പ്രദാനം നൽകുമാറാവട്ടെ. അബൂസിന് ഷിയാസവാ പറഞ്ഞതുപോലെ കുറെയൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും നമ്മളൊക്കെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു തആല നമുക്കത് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പഴയ കാലത്തുള്ള ആളുകൾ രാവിലെ ഒന്നും കിട്ടാത്തത് കൊണ്ട് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടാവാം അവർക്ക് ഇന്നും അത്രയും ഊർജ്ജസ്വലരായി ഇന്ന് കാണുന്നത് എന്നാണ് ഇപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. കണ്ട പണ്ടുള്ള ആളുകൾ വെള്ളം കുടിക്കാതെ ഇങ്ങനെ വെള്ളം മാത്രം കുടിക്കുന്ന ആളുകളായിരുന്നല്ലോ. കാരണം വേറൊന്നും തിന്നാനില്ലാത്തതുകൊണ്ടൊക്കെ. അപ്പൊ അതുകൊണ്ടാവാം അവർക്ക് നല്ല ആരോഗ്യമുള്ളത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും വയസ്സായ ആളുകളെ നോക്കിയാൽ പറയാൻ ചെന്ന ആളുകൾക്ക് പല്ലൊന്നും കൊഴിയാത്ത കുറെ ആളുകൾ കാണാം. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരായ ആളുകൾ 20 വയസ്സ് 25 വയസ്സാകുമ്പോഴേക്കും തന്നെ പല്ലിന് ഇളക്കം കിട്ടി അല്ലെങ്കിൽ പല്ല് കൊണ്ടൊന്നും കടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. ഏതായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല ആരോഗ്യം പ്രദാനം നൽകുമാറാവട്ടെ. ജീവിക്കുന്ന സമയത്തൊക്കെ നല്ല റാഹത്തുള്ള ജീവിതം അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. തിരുവമ്പാടിയൊക്കെ പഴങ്കഞ്ഞി കുടിക്കുന്ന പോലെ പഴങ്കഞ്ഞി കുടിച്ചാൽ മതിയാ പറഞ്ഞത്. ചിലപ്പോൾ തിരുവമ്പാടിയുടെ ആരോഗ്യ രഹസ്യം അതാവാം. ഇപ്പോഴും നിങ്ങൾ തിരുവമ്പാടിനെ നോക്കിയാൽ അറിയാം നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആവാം. അതൊക്കെ നല്ലതാണ്. പിന്നെ തടി കൂടാനുള്ള ആളുകൾ ചോദിക്കാറുണ്ട് പലപ്പോഴും, എന്താ തടി കൂടാൻ? പഴയ കാലത്തൊക്കെ ഏറ്റവും ചെയ്യാറുള്ളത് പഴങ്കഞ്ഞി തന്നെയാണ്. അതിൽ തൈരും കൂട്ടി അങ്ങോട്ട് അടിച്ചു കൊടുക്കും. ഏതോ ആവട്ടെ. അപ്പൊ തിന്നുക കുടിക്കുക ഇതാണല്ലോ നമ്മളെ പിന്നെ ഇപ്പൊ ഷിയാവ് പറഞ്ഞ വിഷയം. ഖുർആൻ പറഞ്ഞു കുലു വശ്റബു എന്നാണ്. ആദ്യം തിന്നുക പിന്നെ കുടിക്കാന്നാണ്. ഷിയാവ് പറഞ്ഞ വൈദ്യശാസ്ത്ര നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു എന്നാണ്. ഏതോ ആവട്ടെ, ഖുർആൻ പറഞ്ഞ് നമ്മൾ ചെയ്യാം. അപ്പോ തിന്നുക കുടിക്കുക മാത്രമേ വരല്ലോ. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കുകയും വേണ്ടേ? അപ്പൊ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ ഞാൻ പറയാം. വാങ്ങി വിളിക്കുന്ന സമയത്ത് ഞാൻ മൈക്കിന്ന് ഒഴിവാക്കും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് മൈക്കിൽ വന്ന് 1 മിനിറ്റ് സഹകരിച്ചാൽ മതി. നമ്മളിവിടെ പെട്ടെന്ന് വാങ്ങുകൊടുത്ത് ചെയ്യും. അപ്പൊ 1 മിനിറ്റ് ആരെങ്കിലും സഹകരിച്ചാൽ മതി. അപ്പൊ ആരോഗ്യം, തിരുമ്പാടിയുടെ ആരോഗ്യമാണ് മനസ്സിലായതെന്ന് തോന്നുന്നുണ്ട്. കരബുറിയസ്ത പറയുന്നുണ്ട് ആരോഗ്യത്തെ കുറിച്ച് മനസ്സിലായി. ഏതാവട്ടെ. ബുറയാൻ ഉസ്താദ് പറഞ്ഞൊരു മസാലയാണിത്, തിന്നാതെ കുടിക്കരുത് കേട്ടോ. അന്ന് മുതൽ ഞാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ ആദ്യം തിന്നിട്ടേ കുടിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു മണി എങ്കിലെടുത്ത് ഞാൻ ആദ്യം തിന്നും, എന്നിട്ട് ഞാൻ കുടിച്ചിട്ടുള്ളത്. ആ സുന്നത്ത് അങ്ങനെ നിറവേറ്റി പോരുന്നുണ്ട്. അല്ലാഹു തആല അത് നമ്മുടെ ജീവിതാവസ്ഥയെ നിലനിർത്തി തരാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലമൂത്ര വിസർജനം നടത്തണമല്ലോ. ഇവിടെ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 വിഷയമുണ്ട്. ഏറ്റവും ആദ്യമായി നമ്മളൊക്കെ പഠിച്ചതാണ് ഇടതുകാലം ഒന്നിച്ച് കയറുക. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അത് പറഞ്ഞു. പക്ഷെ അത് ഇതിന് മുമ്പ് നമ്മൾ ദിക്ർ ചൊല്ലേണ്ട വിഷയമുണ്ടല്ലോ അല്ലെ? ദിക്ർ ചൊല്ലാറുണ്ടല്ലോ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഈ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്ർ ഇന്നു മുതൽ ഈ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ അത് ചെല്ലും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതെല്ലാവരും ചെല്ലും. ഇനി അത് ചെല്ലാത്ത പരിപാടി ഉണ്ടാവൂല. അപ്പൊ ഇവിടെ ബിസ്മി കൂട്ടാനുള്ള കാരണം എന്താണെന്നറിയാം നിങ്ങൾക്കാർക്കും? ബിസ്മില്ലാഹി അള്ളാഹിന്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ? അപ്പൊ ഇവിടെ ബിസ്മി കൂട്ടാനുള്ള കാരണം എന്താ? അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറന്നുപോവില്ല. അതെന്താ ചോദിച്ചാല്, മനുഷ്യന്മാരായ ആളുകൾക്ക് ജിന്നുകളെ കാണാൻ കഴിയില്ലല്ലോ. ജിന്നുകൾക്കോ മനുഷ്യന്മാരെ കാണാൻ കഴിയും. അങ്ങനെയാണല്ലോ സാധാരണ ഉള്ളത്. പക്ഷേ ബാത്റൂമിലേക്ക് നമ്മൾ ഇടതുകാല് വെച്ച് കയറുന്ന സമയത്ത് നമ്മളെ കയറി അങ്ങ് അവിടെ ഇരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മുടെ ഔറത്ത് ആരും കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ശരിക്കും വാതിലൊക്കെ അടച്ച് കുറ്റിട്ട് 4 ഭാഗം നോക്കി എവിടെയെങ്കിലും ക്യാമറ ഉണ്ടോ എന്നൊക്കെ നോക്കി. അതൊക്കെ നോക്കണം. ഇന്നത്തെ കാലത്ത് ഒരു ബാത്റൂമിൽ പോയാൽ ചുറ്റുഭാഗം തിരിഞ്ഞു നോക്കണം എവിടെയെങ്കിലും ക്യാമറകളൊക്കെ ഉണ്ടോന്ന്. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന ബാത്റൂമിലെ ടാപ്പ് തന്നെ ഒരു പക്ഷേ ക്യാമറ ആയിരിക്കും. നല്ലപോലെ ക്യാമറ ഉണ്ടാവും. അതൊക്കെ നല്ല നോക്കണം. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയതുകൊണ്ട്. അപ്പൊ അതൊക്കെ നോക്കി സുരക്ഷിതമായി നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഔറത്ത് കണ്ട് കൈകൊട്ടിച്ചിരിക്കും. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മനുഷ്യർ കാണരുത് എന്ന് വിചാരിച്ചിട്ടാണ് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇത്രയും സെറ്റപ്പോടെ നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ജിന്നെന്നൊരു വർഗം നമ്മുടെ ഔറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്.
മാത്രമല്ല ജിന്നി വിഭാഗം ഈ ഔറത്ത് കണ്ട് പരസ്പരം കളിയാക്കി നമ്മൾ ചിരിക്കുന്നുണ്ട്. ഈ വിഷയം നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഈ ഒരു വിഷയം നമ്മൾക്കില്ലാതിരിക്കാൻ, ആ ജിന്നുകൾ ഇതിൽ നിന്ന് നമ്മളെ കാണാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് ഷറൽ മുഹദ്ദബിൽ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ കാണാം, എന്റെ സമുദായത്തിലെ ഔറത്തുകൾക്കിടയിലും അതേപോലെ തന്നെ ജിന്നുകളുടെ കണ്ണുകൾക്കിടയിലുമുള്ള ഒരു മറ, അത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതാണെന്ന. അപ്പൊ നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്ന നമ്മുടെ ഔറത്ത് ഈ ജിന്ന് വർഗം കാണാതിരിക്കണമെങ്കിൽ ബിസ്മി കൊണ്ട് പോകണം എന്നാണ്. അപ്പൊ നമ്മൾ ഇന്നു മുതൽ ശ്രദ്ധിക്കും. ഉറപ്പാ നമ്മൾ ഈ കേൾക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കും, പഠിച്ചനെ ഞാൻ ഇതുവരെ മലമൂത്ര വിസർജനം ചെയ്യാൻ പോയത് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, ഇന്ന് വരെ ഈ ദിക്റ് ഞാൻ ചൊല്ലിയിട്ടില്ലല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന ദിക്റ് ഇന്ന് വരെ ഞാൻ ചൊല്ലിയിട്ടില്ലല്ലോ. അപ്പൊ എന്റെ നഗ്നമേനി എത്ര ജിന്നുകൾ കണ്ടിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, എത്ര ജിന്നുകൾ അത് കണ്ടിട്ടുണ്ടാവും? നമ്മൾ മനുഷ്യന്റെ കണ്ണിനെ കെട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കുറ്റിയിടുന്നതും വാതിലടിക്കുന്നതും എല്ലാം ചെയ്യുന്നത്, ക്യാമറ ഒക്കെ നോക്കുന്നത്. അതേസമയത്ത് ജിന്ന് വർഗത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇത് കണ്ട് രസിക്കുന്നുണ്ട്, നമ്മൾ ഔറത്ത് അവര് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം അത് നമുക്കൊരു മോശമായി തോന്നുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദിക്ർ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് മലമൂത്ര വിസർജനത്തിന് വേണ്ടി കയറി നമ്മുടെ ഔറത്തിന്റെ ഭാഗം വെളിച്ചത്തായാൽ അത് ജിന്നിന് കാണാൻ കഴിയില്ല എന്നാണ്. ജിന്നുകളുടെ കണ്ണിനൊരു മറയായി മാറും ഈ ദിക്ർ. അപ്പൊ നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ജിന്ന് കാണൂല. നമ്മുടെ ആ ഭാഗം, നമ്മുടെ ഔറത്തിന്റെ ഭാഗം കാണാൻ ജിന്നിന് കഴിയില്ല. അപ്പൊ ഇന്നു മുതൽ നമ്മൾ എല്ലാവരും കയറുമ്പോൾ ഈ ഒരു വിഷയം ചിന്തിക്കണം. മനുഷ്യൻ മാത്രമല്ല, ജിന്നുകൾ നമ്മുടെ ഔറത്ത് കാണുന്നുണ്ട്. അപ്പൊ ജിന്നുകൾ നമ്മൾ ഔറത്ത് കാണുന്നത് സംരക്ഷിക്കപ്പെടാനുള്ള ദിക്റാണ് ഈ ദിക്ർ എന്ന് മനസ്സിലാക്കി ഇന്നു മുതൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം എന്ന് പറയാം, മലമൂത്ര വിസർജനം ഒഴുകുമ്പോൾ ഇടത് കാല് മുന്തിച്ചങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ, കയറി കഴിഞ്ഞിട്ടല്ല, കയറുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന ദിക്ർ ചൊല്ലണം. അത് മറന്നു പോകാൻ പാടില്ല. ഇനി അവിടെ മറ്റൊരു സംശയം ഒരു പക്ഷെ നമുക്ക് ഉണ്ടാവട്ടോ. ഇപ്പൊ ഈ ദിക്ർ ചെല്ലാൻ പറഞ്ഞല്ലോ, ഈ ബിസ്മില്ലാഹി എന്ന ദിക്ർ മലമൂത്ര വിസർജനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് ബാത്റൂമിൽ കയറുന്ന സമയത്ത് ചെല്ലണം എന്ന് പറഞ്ഞല്ലോ. അതിപ്പോ എവിടെ കയറുമ്പോഴാണ് അതുള്ളത്? ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന രൂപത്തിൽ എങ്ങനെ ക്ലോസറ്റ് വെച്ചതിന് മുമ്പ് തന്നെ വേറെ ഒരു റൂമുണ്ടാവും. മിക്കവാറും അവിടെ കുളിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സജ്ജീകരണം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലോസറ്റിലേക്ക് വെച്ച ആ ഭാഗത്തേക്ക് കയറി. ചെറിയൊരു തിണ്ട് മിക്ക ബാത്റൂമിലും ഉണ്ട്. നേരെ അങ്ങോട്ട് കയറി ചെല്ലുന്നതല്ല, ഒരു ചെറിയ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തുക. ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ 2 റൂം രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ വന്നാൽ അത് ഏത് കയറുമ്പോ ചെല്ലണ്ടേ? ആദ്യം കയറുമ്പോഴാണോ ചെല്ലണ്ടേ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെല്ലിയാൽ മതിയോ? അപ്പൊ അങ്ങനെ ഒരു പക്ഷേ നമുക്ക് സംശയം ഉണ്ടാകുമല്ലോ, അല്ലേ? അവിടെ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല എനിക്ക് പറഞ്ഞത്, നിങ്ങൾ വിസർജന സ്ഥലത്ത് പ്രവേശിക്കുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസർജന സ്ഥലത്തേക്ക് ചേരുന്നവൻ എന്നാണ്. അപ്പൊ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ചില മഹാന്മാര് പറഞ്ഞു അതല്ല, ആ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? ഇങ്ങനെ വരുമ്പോ ഏറ്റവും നല്ലത് പിന്നെ ഇരിപ്പിടത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മര്യാദ പാലിക്കലാണെന്നാ. ആദ്യം തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആ വീട്, കാരണം ആ വീട് തന്നെ നല്ലതല്ലല്ലോ, ആ ഒരു വീട് നല്ലൊരു റൂമല്ലല്ലോ അത്. അപ്പൊ അതിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ചെയ്താളാ. അപ്പൊ വീട്ടിലേക്ക് അവിടെ ചെന്നിട്ട് ആ ക്ലോസറ്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചെല്ലുക എന്നുള്ള ആ പരിപാടി ഒഴിവാക്കിയിട്ട് കുളിമുറിയും ബാത്റൂം എല്ലാം പെട്ടതിന്റെ മുമ്പ് തന്നെ അതങ്ങോട്ട് ചെല്ലൽ ഏറ്റവും നല്ലത്. അത് തുഹ്ഫയിലൊക്കെ ആ വിഷയം ആ രൂപത്തിൽ പറഞ്ഞിട്ട് കാണാം. അപ്പൊ ആ വിഷയങ്ങൾ, കൂടുതൽ വിഷയങ്ങൾ അബൂ റയ്യാൻ ഉസ്താദ് വിഷയം തരും. കാരണം ഫിഖ് മസ്അലകൾ കൂടുതൽ അബൂ റയ്യാൻ ഉസ്താദാണ് കൈകാര്യം ചെയ്യുന്നത്, നമുക്കറിയാലോ. അപ്പൊ ആ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതല്ലത്. അപ്പൊ മുൻകൂടി തന്നെ അതൊക്കെ ചൊല്ലിയിട്ട് ദിക്റൊക്കെ ചൊല്ലിക്കയറുക. ഇനി അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്തുള്ള ദിക്റുണ്ടല്ലോ, വലതുകാലം മുന്തിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചില ദിക്ർ, അതൊന്നും പുറത്തെത്തിയിട്ട് ചൊല്ലിയാൽ മതി, അതിനുള്ളിൽ ചെല്ലണ്ട. അതെ, തിരുമ്പാട് ചോദിച്ചാലോ ചോദ്യം, അങ്ങനെ മറന്നുപോയാൽ എന്ത് ചെയ്യുന്നു, അല്ലേ? ആ ദിക്ർ മറന്നുപോയാൽ എന്ത് ചെയ്യും? അവിടെയും മഹാന്മാരെ പഠിപ്പിച്ചു, ആരെങ്കിലും ദിക്ർ മറന്നുപോയാൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ബിസ്മി ചൊല്ലാൻ മറന്നുപോയാൽ എന്ത് ചെയ്യുന്ന പഠിച്ച്? അതിന്റെ ഇടക്ക് നമ്മൾ ബിസ്മി ചൊല്ലാറുണ്ട്. ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ബിസ്മി ചൊല്ലാറുണ്ട്.
എന്നാൽ ഈ രൂപത്തിൽ നമ്മൾ ചെല്ലേണ്ട ഈ ദിക്ർ മറന്ന് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെല്ലാൻ പാടുണ്ടോ? ഇല്ല. ആ ദിക്ർ മറന്നാൽ എന്ത് ചെയ്യണം? അത് മറന്നോ അല്ലെങ്കിൽ കരുതി കൂട്ടിയോ പ്രവേശിക്കുന്ന സമയത്തുള്ള ദിക്ർ ചൊല്ലാതെ ഒരാളെ കൊണ്ട് കടന്നു കഴിഞ്ഞാൽ അവൻ മനസ്സിൽ ആ ദിക്ർ ചൊല്ലണമെന്ന് തുഹ്ഫ ഷർവാനി അടക്കം നോക്കിയാൽ കാണാം. ഉള്ളിൽ കടന്നതിന് ശേഷം ഇവൻ ഒന്നുകിൽ മറന്നുകൊണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ ചെയ്യാതെ കയറി. അവിടെ ചെന്നപ്പോൾ അവൻ ചിന്തിച്ച്, അതാ ഇന്നലെ ഉസ്താദ് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നല്ലോ ജിന്നുകൾ അവിടത്ത് കാണുമെന്ന്. അപ്പൊ ഇനിയിപ്പോ പുറത്തിറങ്ങി ഇങ്ങോട്ട് വന്ന് ചെല്ലുകയാണ് വേണ്ട. അല്ല, അവിടെ വേണ്ടത് അവൻ മനസ്സിൽ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ മനസ്സിലായിട്ട് ചൊല്ലിയാൽ മതി. അവിടെ നാവ് കൊണ്ട് പറയണ്ട, മനസ്സിൽ ആ ദിക്ർ അങ്ങോട്ട് ചൊല്ലുക, നാവ് ചലിപ്പിക്കാനേ പാടില്ല എന്ന് കിതാബിലുണ്ട്, തുഹ്ഫ ഷർവാനി അടക്കം. അപ്പൊ അവിടെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇനി അങ്ങനെ അഥവാ മറന്നു പോയാൽ ഇനി ഇത് ചെയ്തോളണം. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജിന്നിന്റെ ആ ഷർറ് നമുക്കുണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നോക്ക്, നമ്മൾ എത്രത്തോളം കാത്ത് സംരക്ഷിച്ചു പോരുന്ന രണ്ടവയവുണ്ടല്ലോ, ഒന്ന് നാവും ഒന്ന് ഗുഹ്യാവയവും. എത്ര സൂക്ഷിച്ചാ പോരുന്നത്. നാവ് തന്നെ അതിന് മുമ്പ് ഒരു വേലിക്കെട്ട്, അതിന് മുമ്പ് മറ്റൊരു വേലിക്കെട്ട്, അന്ന് 2 വേലിക്കെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാവിലേക്ക് എത്തുന്നത്. കാരണം സൂക്ഷിക്കേണ്ട ഒരു വസ്തുവാണ്. അതേപോലെ തന്നെ നമ്മൾ ഔറത്ത് സൂക്ഷിക്കേണ്ടത് എങ്ങനെ? 1, 2, 3 വസ്ത്രം നമ്മൾ ധരിച്ചിട്ടുള്ളിലാണ് നമ്മുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ വെളിച്ചത്താകുന്ന ഒരു സമയമാണ് ഈ മലമൂത്ര വിസർജന സമയം. ഈ സമയത്ത് നമ്മുടെ ഔറത്ത് മറ്റൊരാൾ കണ്ട് രസിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അത് നല്ലതാണ്, നമ്മൾ ചിന്തിക്കാൻ നല്ലതാണ്. ഏതായിരുന്നാലും അത് സംബന്ധിച്ചുള്ള 1-2 ചോദ്യങ്ങൾ കൂടി നമുക്ക് പറയാം. വാങ്ങി കൊടുത്ത ശേഷം ആരെങ്കിലും ഒന്ന് മൈക്കെടുക്കാം. മൈക്കിൽ അപ്പൊ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കുറേ PM വന്നിട്ടുണ്ട്, എല്ലാം കൂടെ പറയാൻ കഴിയില്ല. എന്നാൽ ഇതിൽ നിന്ന് പ്രസക്തമായ 2-3 എണ്ണത്തിന് ഉത്തരം ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോ ഇന്ന് കാണുന്ന മൂത്രപ്പുരയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് രണ്ടാമതൊരാളും കൂടി ചോദിച്ചിട്ടുണ്ട്. അതൊരു ഒന്നുകൂടി മനസ്സിലാക്കിയാൽ മതി. അത് ഒറ്റ വാക്കിൽ പറഞ്ഞതാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു തആല പറഞ്ഞത് വിസർജന സ്ഥലത്ത് പ്രവേശിക്കുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വിസർജന സ്ഥലത്തേക്ക് ചേരുന്നവൻ എന്നാണ്. അവ പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ടതല്ലാത്ത ശുദ്ധിയുള്ള മൈതാനി പോലത്തേലാണെങ്കിലോ അപ്പൊ വിസർജനം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ ഈ പറഞ്ഞ മര്യാദകളൊക്കെ ചെയ്യണം. ശുദ്ധിയുള്ള സ്ഥലമാണെങ്കിലും വിസർജനത്തിന് കരുതുന്നതോടെ വൃത്തികെട്ടതായി മാറി എന്നതാണ് ന്യായം. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ചെയ്യലാണ് നല്ലത് എന്നാണ്. അതേസമയം ഈ വ്യക്തി ചോദിച്ചതുപോലെ ഉള്ളിൽ കയറി അല്പം ദൂരം നടന്നിട്ടാണ് അവിടെ ഇരിപ്പിടത്തിലെത്തുന്നതെങ്കിലോ ഉള്ളിൽ കടക്കുന്ന സമയത്തും ആ ഇരിപ്പിടത്തിൽ എത്തുമ്പോഴും ഈ 2 മര്യാദയും പാലിക്കണമെന്ന് തുഹ്ഫ 1-ാം വാളിലെ 169-ാമത്തെ പേജിലുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ 2 തീയിലും ചൊല്ലാം. ഒരു തീയില് പുറമ ആദ്യം കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ചെല്ലാം, പിന്നെ അങ്ങോട്ട് കയറിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒന്നും കൂടി ഈ ഭരണ മര്യാദകളൊക്കെ പാലിക്കാവുന്നതാണ്. ദിക്ർ പോലത്തൊക്കെ മനസ്സുകൊണ്ട് ചെല്ലണം ഏറ്റവും നല്ലത്. ഉള്ളിലാണെങ്കിൽ മനസ്സുകൊണ്ട് ചെല്ലലാണ് നല്ലത്. അത് പുറമെ നാവ് കൊണ്ട് ചെല്ലാതിരിക്കുക. മറ്റുള്ള മര്യാദകളൊക്കെ ഉള്ളിലും പാലിക്കുക. അവിടെ കയറുന്ന സമയത്ത് ഇടതേകാലം മുന്തിച്ച് കയറി എന്നിട്ട് അവിടുന്ന് കുറച്ച് നടന്ന് പിന്നിട്ടാണ് നമ്മൾ കയറുന്നതെങ്കിൽ അവിടെയും വീണ്ടും ഇടതുകാലം മുന്തിച്ച് കയറുക. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതെ, ഹറമിലൊക്കെ പോലെ ആ രൂപത്തിലൊക്കെ ചെയ്യാവുന്നതാണ്. ഹറമിലൊക്കെ അങ്ങനെയാണ്, കയറി കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടാണ്. അങ്ങനെ സമയത്തൊക്കെ 2 രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് തുഹ്ഫ 1-ാം വാള്യം 169-ാമത്തെ പേജിൽ കാണാം. പിന്നെ അവിടെ വേറെ ആളെ ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയും. നല്ല ചോദ്യം കേട്ടോ, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി കയറുമ്പോൾ ഇതൊക്കെ ചെല്ലണമെന്ന് പറഞ്ഞല്ലോ. ഉസ്താദേ, ഞാൻ ഒരു ടാപ്പ് നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടുള്ള കയറുകയാണെങ്കിലോ എന്നാണ്. ഒരു ടാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുകയാണെങ്കിൽ അതും ഒരു ചോദ്യമാണല്ലോ, നല്ലൊരു ചോദ്യമല്ലേ. അപ്പോൾ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിൽ കയറുന്നതെങ്കിലോ അപ്പൊ ഞാനിതൊക്കെ ചെയ്യണോ? അവിടെയും ഫിഖിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിൽ എന്തൊക്കെ വിചാരിക്കുന്നുണ്ടോ ഈ വിചാരിക്കുന്ന വിഷയങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ നമ്മുടെ മഹാന്മാരായ ആളുകൾ ഇതൊക്കെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ വിഷയം സംബന്ധിച്ച കിതാബിൽ നോക്കിയാൽ കാണാം. പിന്നെ അല്ലാത്ത സമയത്ത് കയറുമ്പോൾ എന്ത് ചെയ്യണോ, അത് ക്ലീനിങ് ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുക്കൾ എടുക്കാനാവട്ടെ. ചില ആളുകൾ അങ്ങനെ സോപ്പ് എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറും. കാരണം പുറമെ വേറെ ആവശ്യത്തിന് സോപ്പ് എടുക്കാൻ വേണ്ടി ബാത്റൂമിലായിക്കുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറും. അല്ലെങ്കിൽ പ്ലംബിങ്ങിന്റെ ജോലി ചെയ്യുന്ന ആളുകൾ അതിന്റെ ആവശ്യത്തിനോട് കയറും. അല്ലെങ്കിൽ അവിടെ വെറുതെ ഒരു ക്ലീനിങ് ചെയ്യാൻ വേണ്ടി കയറിയ മലമൂത്ര വിസർജനത്തിന് ഒന്നുമല്ല, വെറുതെ ഒരു ക്ലീനിങ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കയറുകയാണ്. ഇങ്ങനെ പല വിഷയത്തിൽ നമ്മൾ കയറുമ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്നറിയോ? ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ അവർക്കും ബാധകമാണെന്നാണ്. ഇടതുകാലം ഒന്നിച്ച് കയറുക, അതേപോലെ തന്നെ പിന്നെ
കയറുമ്പോൾ ചെല്ലുന്ന ദിക്റ് ചെല്ലുക, ഇതൊക്കെ അവർ ചെയ്യണം. പക്ഷേ അവർക്കൊരു പ്രത്യേകത ഈ തുഹ്ഫയിൽ ഷർവാനി അടക്കമുള്ള തുഹ്ഫയിലൊക്കെ ആവശ്യം പറയുന്നുണ്ട്. അവിടെയുള്ള പ്രത്യേകത എന്താണെന്നറിയോ? അവർ തിരിച്ചു വരുമ്പോഴുള്ള ദിക്റുണ്ടല്ലോ, ഗുഫ്റാനകൽ ഹംദുലില്ലാഹി ലദീ യദ്ബനിൽ അദാ വഅഫനിൽ ദിക്ർ, അതേപോലെ തന്നെ അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൽ നിഫാഖി വഅസ്ം ഫർജി മിനൽ ഫവാഹിഷ് എന്ന ദിക്ർ, ഇതവർ ചെല്ലണമെന്നില്ല. ഈ രണ്ട് ദിക്ർ അവർ ചെല്ലണ്ട. കാരണം അത് രണ്ടും ശുദ്ധീകരിച്ചതിന് ശേഷം, ആ രണ്ടും ശുദ്ധീകരണം കഴിഞ്ഞ് മലമൂത്ര വിസർജനം നടത്തിയവർക്ക് ചെല്ലേണ്ട ദിക്റാണ്. ഈ രണ്ട് ദിക്റല്ലാത്ത മറ്റുള്ള എല്ലാ നിബന്ധനയും അവരും പാലിക്കണം. ഇടത്തെ കാലം മുന്തിച്ചാണ് കയറേണ്ടത്. പിന്നെ അതുപോലത്തെ ഒരുപാട് നിബന്ധന ഉണ്ടല്ലോ. പിന്നെ തല മറയ്ക്കണം, അതിനുള്ള വെറുതെ കളകള സംസാരിക്കരുത്, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം. ഈ കാര്യങ്ങളൊക്കെ അവർ നോക്കണം. ഇതൊക്കെ അവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നല്ലൊരു ചോദ്യം കേട്ടോ. ചോദിച്ച ആൾക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവിടെ കണ്ട ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇനി ആരും ചോദിക്കരുതേ, കാരണം എനിക്ക് ഇവിടെ ഒരുപാട് പിയം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കേൾക്കുന്നത് കുറേ ആളുകളാണ്. ഇപ്പൊ നമ്മുടെ റേഡിയോയിൽ ഒരുപാട് ശ്രോതാക്കൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ 232ഓളം ആളുകൾ ബാലക്സിൽ തന്നെ ഈ ശബ്ദം 232 ഐഡികൾ കേൾക്കുന്നുണ്ട്. ഒരു ഐഡിയിൽ ഒരു പക്ഷേ 10 ആളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്റെ വീട്ടിൽ തുറന്നു വെച്ച ഒരു ഐഡി ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് ആളുണ്ടാവും. കാരണം അവരൊക്കെ അടുക്കളയിൽ അത് കൊണ്ടുവച്ചുകൊണ്ട് ഇഷ്ടംപോലെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ രൂപത്തിൽ പല ആളുകളും ഇങ്ങനെ കേൾക്കുന്ന ആളുകളുണ്ടാവും. ഒരു വീട്ടിൽ 1-2 ആളുകളായിരിക്കില്ല, അതിൽ കൂടുതലും ആളുകൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കേൾക്കുന്ന എല്ലാവരും കൂടിയാണ്. അപ്പൊ അതിലെല്ലാവരും കേട്ട് പഠിക്കുന്നതിന്റെ കൂലി ഈ ചോദിച്ച ആൾക്ക് കിട്ടും. അതാണ് ചോദ്യകർത്താവിന്റെ ഗുണം. ഉത്തരം കേൾക്കുന്നതിന് അതിലപ്പോ ഞാൻ ഈ ഉത്തരം പറഞ്ഞ് ഈ ഉത്തരം കേൾക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. അപ്പൊ അവരൊക്കെ അതിൽ നിന്ന് 1000-ൽ നിന്ന് 100 പേരത് സ്വീകരിച്ചെന്ന് വിചാരിക്കുക. 1000 സ്വീകരിക്കണമല്ലോ, 100 ആളത് സ്വീകരിച്ചു. ഈ പറഞ്ഞ കാര്യം ജീവിതത്തിൽ പകർത്തിയാൽ ഈ ചോദിച്ച വ്യക്തിക്ക് കിട്ടുന്ന എത്രങ്ങാനും കൂലിയുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാൻ നല്ലതാണ്. ഇനി ആരും ചോദ്യം ചോദിക്കരുത്. കാരണം ഇപ്പൊ ചോദിച്ച് ഉത്തരം പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ PM ഇങ്ങനെ ചെയ്തു വെച്ചോ, സമയം പോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം PM ചെയ്യാവൂ. ഇനി അവിടെ ഒരാൾ ചോദിച്ച മറ്റു രസകരമായ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? പിന്നെ ഒരാൾക്ക് ഇടത്തെ കാലില്ലെങ്കിലോ ഉസ്താദേ? നല്ല ചോദ്യം. ഇടത്തെ കാലില്ലെങ്കിൽ ഇടത് കാലം ബന്ധിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇടത്തെ കാൽ ഒരാൾക്കില്ല, അല്ലെങ്കിൽ ആ കാലിന്റെ സ്ഥാനത്ത് അയാൾക്ക് വേറെ ഏതെങ്കിലും വെപ്പുകാല് വെച്ചതാണ്. ഇനി വെപ്പുകാലൊന്നും പ്ലാസ്റ്റിക് സർജറികളിലൊന്നും കാലൊന്നും വെച്ചിട്ടൊന്നുമില്ല. അയാള് പഴയ കാലത്തൊക്കെ നടക്കുന്ന അത് 2 വടി തൊക്കിൽ വെച്ച് കുത്തി നടക്കുന്ന ആളാണ്. പഴയ കാലത്ത് ഒന്നും അതിങ്ങനത്തെ ആളുകളെ കാണാറില്ല. എന്നൊക്കെ അതിന് വേറെ സജ്ജീകരണങ്ങൾ വന്നുകൊണ്ട് കാല് വേറെ വെക്കല. പണ്ടൊക്കെ അതല്ല, കാല് മുറിച്ച ആൾക്ക് 2-3 കാലുമല്ല നടക്കുക. കാരണം 2 വടിയുണ്ടാവും, സാധാരണത്തൊരു കാലും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരാൾ കിടക്കുന്നെങ്കിൽ അയാൾ ഈ ഇടത് കാലിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന എന്താണോ അയാളെ കയ്യിലുള്ളത് അതിനെ ആദ്യം ബന്ധിക്കണം എന്ന് കിതാബ് കാണാം. നിഹായൽ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. പേജമ്പർ വേണമെങ്കിൽ അത് നോക്കിയിട്ട് പറഞ്ഞു തന്നുണ്ട് സംശയമുള്ളവർക്ക്. നിഹായൽ ആ വിഷയമുണ്ട്. ഇങ്ങനെ ഇടത് കാൽ ഒരാൾക്കില്ല എങ്കിൽ അയാൾ ആ ഇടത് കാലിന്റെ സ്ഥാനത്ത് വെക്കുന്ന വസ്തു എന്താണോ അതാണ് മുന്തിക്കേണ്ടത് എന്നാണ്. ചിലപ്പോൾ അയാൾ തൊക്കിൽ വെച്ച വടിയാവാം, അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് ഊന്നിപ്പിടിക്കുന്ന വടിയാവാം, അല്ലെങ്കിൽ അയാൾക്ക് പിന്നെ ഉണ്ടായ അല്ലെങ്കിൽ അവൾക്ക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ നിർമ്മിച്ച ആ കാലാവാം. അപ്പൊ ഏതാണോ അയാൾക്ക് ആ സ്ഥാനത്തുള്ളത് അതാണ് മുമ്പിലേക്ക് വെക്കേണ്ടത്. ഇനി അവിടെ മറ്റൊരു സംശയം ഉണ്ടല്ലോ. അപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഉന്തുവണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ 2 ടയറും ഒരേപോലെ അല്ലേ? ഉന്തുവണ്ടി കൊണ്ടുപോകുമ്പോൾ ഇടത്തേക്കാലും വലത്തേക്കാലും പറയാൻ പറ്റില്ല. ഉന്തുവണ്ടിയുടെ ടയർ 2 ഒരുമിച്ചല്ലേ? ഈ ഉന്തുവണ്ടി പോലത്താണ് പോണെങ്കിൽ ഏത് കാലാണ് ആദ്യം വെക്കേണ്ടത്? അത് ഉന്തുവണ്ടിക്ക് ആ കാല് പ്രശ്നമല്ല. പക്ഷേ ഈ ഉന്തി കൊണ്ടുപോകുന്ന ആൾ എന്ത് ചെയ്യണം? ഇടത്തെ കാല് വെച്ച് കാരണം. ഉന്തി കൊണ്ടുപോകുന്ന ആളുകൾ കാരണം ഇടത്തെ കാല് വെച്ചിട്ടാണ്. കാരണം അയാൾക്ക് കാലുണ്ടല്ലോ, ഉന്തുവണ്ടിക്കല്ലേ ടയറുള്ളത്. അപ്പൊ ഉന്തുവണ്ടിയിലുള്ള ആൾക്ക് പ്രശ്നമല്ല. അത് ഏതുപോലെ എന്നറിയോ? ചെറിയ മക്കളെ എടുത്തു കൊണ്ടുപോകുമ്പോ മൂത്രപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്ന ഉമ്മമാർ കുട്ടികൾക്ക് പകരമായി ഈ ദിക്ർ ചൊല്ലുകയും അതേപോലെ തന്നെ ഇടതുകാലം മുന്തിച്ച് കയറുകയും ചെയ്യണമെന്ന് കിതാബിലുണ്ട്. ചെറിയ കുട്ടികളൊക്കെ മൂത്രപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഉമ്മമാരാണ് അത് ഇടതുകാലം വെക്കേണ്ടത്, ദിക്ർ ചൊല്ലേണ്ടതും. ചെറിയ കുട്ടിക്ക് അത് അറിയില്ല. അപ്പൊ ആ രൂപത്തിൽ തന്നെ ഉന്തുവണ്ടി കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ അവരങ്ങനെ ചെയ്യണം. അത് ആദ്യം ആർ കൊണ്ടുപോകുന്ന ആള്. ഇനി ഇയാൾ തന്നെ വീൽ ചെയറിൽ ഉരുട്ടിയിട്ട് പോവുകയാണ് എന്നാൽ പ്രശ്നവുമില്ല. ഇയാൾക്ക് 2 കൂടി ഒരുമിച്ചാണ് ഉണ്ടാകുക. അപ്പൊ ഇയാൾ നിലത്ത് ചവിട്ടാത്തതുകൊണ്ട് അങ്ങനെ കയറാവുന്നതാണ്.
കാരണം വേറെ ആരും ഇല്ലല്ലോ. ഇനി ഇയാൾ വലതും ഇടതുമായി വെക്കേണ്ട സാഹചര്യം വരുമ്പോ ആദ്യം ഇടതേനാണ് മുന്തിക്കേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുകയുള്ളത്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊന്നെന്താണെന്നറിയോ, ഈ ഉന്തുവണ്ടിന്റെ വിഷയം ഈ ചെറിയ കുട്ടികളെ എടുത്തുകൊണ്ടോന്ന് പറയുമ്പോഴാണ് മറ്റൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. ആരും ചോദിച്ചത് കണ്ടിട്ടില്ല, ഇനി അടിയിൽ ബിയ്യമുണ്ടോന്ന് അറിയില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ഇന്നൊരു മൊബൈൽ ബാത്റൂം ഉണ്ടല്ലോ അല്ലെ, മൊബൈൽ ബാത്റൂം കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ? മൊബൈൽ ബാത്റൂം കണ്ടിട്ടുണ്ടോ? ഞാൻ DC ആണ് സുഹൃത്തുക്കളെ. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന ഒന്ന് യെസ് അടിച്ചാണ് ഉള്ളവര് കഴിയുന്നവരൊന്ന്. ഉണ്ട്. ഓക്കെ മതി അത്ര മതി. ഞാൻ DC ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു മൊബൈൽ ബാത്റൂമായിട്ട് ചെറിയ സാധനങ്ങൾ പെട്ടി പോലെ തോന്നുന്നു. അതെ, ബാബി ക്ലോസറ്റിലെ ആ ബാബി ക്ലോസറ്റില് വെച്ചിട്ട് അത് എവിടെ വേണമെങ്കിലും മൂത്രപ്പിക്കാൻ വെക്കാലോ. അത് ഏത് സ്ഥലത്തും വെക്കാം, അടുക്കളയിലാണെങ്കിലും അല്ല ഡൈനിങ് ഹാളിലാണെങ്കിലും. എവിടെയാണോ കുട്ടിക്ക് മൂത്രപ്പിക്കുന്നത് അവിടേക്ക് വേഗം കൊണ്ട് കൊടുക്കുക, വേറെ മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ കുട്ടി അവിടെ ആകെ ശരിയായിക്കണം. അങ്ങനെ ഒന്ന് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? ഈ കുട്ടിനെ വലതുകാലം ബന്ധിക്കുക, ഇടതുകാലം ബന്ധിക്കുക, അല്ലെങ്കിൽ അവിടെ കൊണ്ട് പോകുന്ന ആള് വലതുകാലം ബന്ധിക്കുക. ഇങ്ങനെയൊക്കെ നടക്കൂലേ? നടക്കണം എന്ന് പറഞ്ഞാൽ, അവിടെ നടക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ദിക്റുകളും കാര്യങ്ങളൊക്കെ അതിന് മുറ പോലെ തന്നെ ചെയ്യാം. അത് ഉമ്മമാരെടുത്ത് ചെയ്തോളാം. ആ സാധനം അവിടെ കൊണ്ടുവച്ച് കുട്ടീനെ എടുത്ത് അതിലേക്ക് വെക്കാനിരിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് ഈ ഉമ്മ പറയണം. അങ്ങനെയാണ് മൊബൈൽ ബാത്റൂം ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അങ്ങനെ പറയണമെന്ന്, ആ രൂപത്തിലുള്ള പറയണമെന്നുള്ള വിഷയം നിഹായിലുണ്ട്. നിഹായ 1-ാം വാള്യത്തിൽ ആ വിഷയം പറയുന്നുണ്ട്. 1-ാം വാള്യം ഈ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് ഇങ്ങനെയുള്ള ബാത്റൂം ആണെങ്കിലും ചെയ്യണമെന്ന് മഹാന്മാർ എഴുതി വെച്ചത് കാണാം. അപ്പൊ അവിടെയും ഈ പറഞ്ഞ സ്ഥിതി, ഈ പറഞ്ഞ മസ്അലകൾ, ഈ അദബുകൾ, മര്യാദകൾ നമ്മൾ പാലിക്കാതിരുന്നുകൂടാ, അവിടെയും പാലിക്കണം. അപ്പൊ കേവലം ഒരു മലമൂത്ര വിസർജനം പറഞ്ഞ് തള്ളാൻ പറ്റില്ല. ഒരുപാട് നിബന്ധന നമ്മൾ പഠിച്ചെടുക്കാനുണ്ട്. നേരത്തെ തന്നെ ചോദിച്ചില്ലേ, മറന്നാൽ എന്ത് ചെയ്യും? അത് പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ട് ഇനി പീനുള്ളിൽ ചെല്ലാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെല്ലാതെ പോരുന്ന ആളുകളുണ്ട്. അപ്പൊ നേരത്തെ തിരുമ്പാടി ആ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. കാരണം മറന്നാൽ എന്ത് ചെയ്യണം? അത് മനസ്സ് ചെല്ലണം. മറന്നാൽ അത് മനസ്സ് ചെല്ലി തന്നെ. അത് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല, നാവ് കൊണ്ട് പറയരുത്. അപ്പോ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് എന്താണെന്നറിയോ, ഒരു ബഹുമാനിക്കപ്പെടുന്നൊരു വാക്കാണ്. ആ വാക്ക് പറയാൻ പറ്റിയ സ്ഥലമല്ല അത് എന്നുള്ളത് കൊണ്ട് നാവ് കൊണ്ട് അത് ഉച്ചരിക്കരുത്. മനസ്സിൽ ആ വിഷയം, ആ ദിക്ർ മനസ്സുകൊണ്ട് പറയണം. എന്നാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഒരാൾ ചോദിച്ച മറ്റൊരു ചോദ്യം, ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫനി എന്നല്ലേ ഉസ്താദേ പറയുന്നത്. അപ്പൊ ഗുഫ്റാനക എന്ന് പറയുന്നത് എന്താ? ഈ മലമൂത്രം ചെയ്യല് അത് വലിയ തെറ്റോ കുറ്റമാണോ? നല്ല ചോദ്യം. അത് പലപ്പോഴും പല ആളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗുഫ്റാനക, നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അല്ല നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. ബിസ്മി ചൊല്ലേണ്ടത് എവിടെ നിന്നാണെന്ന്? ബിസ്മി ചൊല്ലേണ്ടത് പോകുന്നതിന് മുമ്പ്, അതിൽ കയറുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അങ്ങനെ ബിസ്മില്ലാഹി എന്ന് മതി. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്, അതാ ബിസ്മി ചൊല്ലണമെന്ന് പറഞ്ഞത്. ഈ ഇവിടെ ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ എന്ന് പറഞ്ഞപ്പോഴാ തിരിച്ചു പോന്നിട്ട് വലുതുകാലം വെച്ച് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫനി, പഠിച്ചോനെ എന്നിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും നീക്കിയ റബ്ബനാണ് സർവസ്തുതിയും, റബ്ബേ എനിക്ക് നീ മാഫ് ചെയ്യണേ റബ്ബേ എന്ന് ഗുഫ്റാനക പൊറുക്കലിനെ ചോദിക്കുന്നു എന്നൊരു വാക്ക് പറയുന്നുണ്ടല്ലോ. ഈ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന വാക്ക് പറയുന്നത് ഈ മലമൂത്ര വിസർജനം നടത്തൽ അത് കുറ്റമാണോ ഉസ്താദേ എന്ന ചോദ്യം. നല്ല ചോദ്യമാണ് അല്ലേ? കേട്ട് നമുക്ക് തന്നെ അറിയില്ല, നല്ല ചോദ്യമാണ്. പക്ഷേ ഇത് കുറെ ആളുകൾ മുമ്പ് ചോദിച്ച ചോദ്യം കൂടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണെന്നറിയോ, ഇവിടെ മഹാന്മാർ 2-3 വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ബാത്റൂമിൽ ഇരിക്കുന്ന ആ സമയം, ചിലപ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പല സമയം ഇരിക്കുന്നവരുണ്ട്. എങ്ങനെ ഇരുന്നാലും ഇരുത്തം ദീർഘിപ്പിക്കാതിരിക്കാൻ സുന്നത്താണ്. അതതിന്റെ മര്യാദയാണ്. ദീർഘിപ്പിക്കാൻ പാടില്ല, കുറേ നേരം അതിലിരുന്ന് സ്വർക്കാൻ പാടില്ല. ചില ആളുകൾ, ചില കുട്ടികളൊക്കെ ഗെയിം കളിക്കാൻ വേണ്ടി മൊബൈലുമായിട്ട് പോകുന്ന ബാത്റൂമിലാണ്. അപ്പൊ 2 കാര്യം നടക്കാം. ഇപ്പോ ക്ലോസറ്റ് മറ്റേ യൂറോപ്പിൽ ഇറങ്ങിയത് കൊണ്ട് മറ്റൊരു ഗുണമുണ്ട്, പേപ്പർ വായിക്കാൻ നല്ല സുഖമാണ്. അതിലിരുന്നിട്ട് കാലം വെച്ച് വേണം, ഏത് രൂപത്തിൽ വേണമെങ്കിൽ ഇരുന്നിട്ട് പേപ്പർ അങ്ങനെ വായിക്കാം. അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. ഇങ്ങനെ ആവശ്യത്തൊക്കെ പോകുന്ന ആളുകൾ കുറെ നേരം പേപ്പർ വായിക്കുക. അപ്പൊ ചിലപ്പോൾ ഇത് മറന്നു, പേപ്പർ വായിക്കുന്നത് മറന്നു. പണ്ടൊരാൾക്ക് ടോർച്ച് കിട്ടിയ മാതിരി
ടോർച്ച് ഇത് എന്ത് ചെയ്യണമെന്നല്ല, ടോർച്ച് ഇങ്ങോട്ട് ഓണാക്കുമ്പോ അയാൾ നടക്കാൻ മറന്നു, നടക്കുമ്പോ ടോർച്ച് ഓണാക്കാൻ മറന്നു. ഇങ്ങനെ കുടുങ്ങിയ ഒരാളെ കഥ പറയാറുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ചിലപ്പോ ഈ വാർത്ത ഇങ്ങനെ ശ്രദ്ധിക്കും മറ്റാൻ മറന്നു, മറ്റേ ശ്രദ്ധിക്കുമ്പോഴോ അതിന്റെ ഓരോ സുഖം കൊണ്ട് വാർത്തയും മറന്നു. അപ്പൊ ഇങ്ങനെയും ചില ആളുകൾ ബന്ധപ്പെടും. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. നമുക്ക് അതിനുള്ള സമയമല്ല, കുറഞ്ഞ സമയം അതിൻ്റെ ഉള്ളിലിരിക്കുക, മനസ്സമാധാനത്തോടെ അവിടെ മാത്രമേ കിട്ടുക എന്നാണ് പിന്നെ ഒരു സുഹൃത്തിന്റെ മറുപടി. മനസ്സമാധാനം കിട്ടുക അവിടെ മാത്രമാണ്. അപ്പൊ മനസ്സമാധാനം കിട്ടുമ്പോൾ കൂടുതൽ ടെൻഷൻ ആക്കല്ല വേണ്ടത്. നമുക്ക് മനസ്സമാധാനം കിട്ടുന്ന സ്ഥലം അതാണെങ്കിൽ ശരിക്കും മനസ്സമാധാനത്തോടെ ആ വസ്തു അവിടെ പുറമേക്ക് പോയിക്കോട്ടെ, ശല്യപ്പെടുത്താൻ നിൽക്കരുത്. അവിടെ നമ്മൾ പേപ്പറൊക്കെ വായിച്ച് മണ്ടയിൽ ഇങ്ങനെ കേറിയിട്ടാകും, ആകെ ടെൻഷനാകും. ഇനിയിപ്പോ അതാ പുതിയ റേഷൻ കാർഡ് സംവിധാനം ഇല്ലേ, പുതിയ റേഷൻ കാർഡ് സംവിധാനം എന്തെല്ലാം അതിൽ ഏഡ് ചെയ്തു കൊടുക്കണമെന്ന് അറിയുന്നത് സംവിധാനം. അത് എന്തിനു വേണ്ടിയ സംവിധാനം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഗുണത്തിന് വേണ്ടിയാണെന്ന് ആരെയും ധരിക്കുന്നുണ്ടോ? പുതിയ റേഷൻ സംവിധാനം ഗൾഫുകാർക്ക് അറിഞ്ഞോളണമെന്നില്ല. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ റേഷൻ കാർഡ് സംവിധാനം ഇപ്പൊ പുതിയത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പൂരിപ്പിക്കാൻ കൊണ്ടുവന്ന് ലോകത്തുള്ള മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു മനോരമയിലൊരു അതിനെക്കുറിച്ചുള്ള കളിയാക്കൽ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും വേണ്ടത് ആദ്യം നമ്മളെ ഇതിലെടുത്ത തഹസിൽദാറിന്റെ ഭാര്യയെ കെട്ടിയത് ആരാണ് എന്നൊക്കെയും കൂടി ചേർത്താൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഒരു വഷളാക്കിയ രൂപത്തിലൊരു ലേഖനം കണ്ടിട്ടുണ്ട്. ആ രൂപത്തിൽ കുറെ അവരെ മോശമാക്കിയ രൂപത്തിൽ. ഏതായാലും ഇത്രത്തോളം കാര്യങ്ങൾ കൊണ്ട് ഇവിടെ മനുഷ്യൻ, നമ്മൾ ഇതിപ്പോ പറയാൻ പറ്റിയ ഏരിയയാണോന്ന് എനിക്കറിയില്ല, അതിന്റെ ഇടയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ റേഷൻ സംവിധാനം ഇവിടെ എടുക്കപ്പെടാൻ വേണ്ടി സർക്കാർ കണ്ടുപിടിച്ചൊരു മാർഗമാണോ സംശയിക്കണം. ഒന്ന്. രണ്ടാമത്, മുഴുവൻ സ്ത്രീ സമുദായത്തിനെയും മുസ്ലിം സ്ത്രീ സമുദായത്തിനെ മൊത്തമായി റോട്ടിലേക്ക് ഇറക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് നടക്കുന്ന റേഷൻ കാർഡിന് സ്ത്രീകളുടെ ഫോട്ടോ മാത്രമേ പറ്റുള്ളൂ, സ്ത്രീകളെ പറ്റുള്ളൂ. വീട്ടിലെ ഗ്രഹനാഥക്കാണ് അതിന്റെ ഉത്തരവാദിത്വമുള്ളത്. ആ പെണ്ണിന്റെ പേരിലാണ് മുഴുവൻ. ഇനി ഇതൊക്കെ മുഴുവൻ സംഖ്യയിൽ ഈ ബാങ്ക് പോയിട്ടാണ് പൈസ സ്വീകരിക്കുക. കാരണം അരി റേഷൻ കടയിലെത്തും, നമ്മൾ കയ്യിൽ നിന്ന് പണം കൊടുത്ത അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നു, എന്നിട്ട് നമുക്ക് ആ പണം ബാങ്ക് വഴി നമ്മുടെ നമ്മളിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു സ്ഥിരമായി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ, നമ്മൾ മനസ്സിലാക്കാൻ പറയണേ, ജീവൻ ചെയ്യുന്ന ഒരു ജീവനക്കാരൻ, അവനൊരു ദിവസം 500 റുപ്യ ജോലി ചെയ്യുന്ന ഒരാള് ഈ 20 റുപ്യക്ക് വേണ്ടി ബാങ്ക് കയറും നിങ്ങളാരും വിചാരിക്കുന്നുണ്ടോ? ഒരു 20 റുപ്യ, അത് പോട്ട പുല്ലിന്നാണ് നിൽക്കുക എന്നല്ലാതെ ബാങ്കിലാരെങ്കിലും ഇപ്പൊ 20 റുപ്യക്ക് പോകും അവന്റെ ജോലി ഒഴിവാക്കിയിട്ട് ഇല്ല. അപ്പൊ മൊത്തം പറഞ്ഞാൽ ആ റേഷൻ സംവിധാനം മൊത്തം അവിടെ ക്ലോസ് ആയി കിട്ടും. ഒന്ന്. രണ്ടാമത്, ഇത് ബാങ്കുമായി ബന്ധപ്പെടാതെ ഇന്ന് വരെ ഒരു പലിശ ഇടാടലും വേണ്ട എന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട വീട്ടുകാർ മൊത്തം ബാങ്കിലേക്ക് അടിച്ചു കയറാനും ഏറ്റവും നല്ല ഒരു കാരണമാക്കി മാറ്റിയതാണ്. ഏതോ ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെയൊക്കെ നമ്മളെ സർക്കാരുകൾ നമ്മളെ വളരെ കൂടുതൽ സേവിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഏതായിരുന്നാലും അതിനൊന്നും ആ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ പത്രം വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, പടച്ചോനെ ഇത്രയും കൂടുതൽ റേഷൻ സാധനമൊക്കെ പൂരിപ്പിച്ചിട്ട് എന്തിനാ ടെൻഷൻ ആവാൻ അവിടെ പോകണം? മനസ്സമാധാനം കിട്ടുന്ന സ്ഥലമാണ് അത് എങ്കിൽ മനസ്സമാധാനത്തോടെ കാര്യങ്ങൾ നടത്തി വേണം തിരിച്ചു പോന്നാൽ പോരെ. അപ്പൊ ഇതാണ് വേണ്ടത്. അവിടെ കൂടുതൽ ടെൻഷൻ അടിച്ച് കുറേ നേരം ഇരിക്കാനും പാടില്ല, ദീർഘിപ്പിക്കാൻ പാടില്ല എന്ന് കിതാബ് കാണാം. മലമൂത്ര വിസർജനം മര്യാദയിൽ പറഞ്ഞ സ്ഥലത്ത് കാണാം, അവിടെ ദീർഘിപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു പോന്നോളാം. അപ്പൊ അതിനുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് സംസാരിക്കുക, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനും പാടില്ല. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ അവിടെ ഈ കാണുന്ന രൂപത്തിലുള്ള ഒരു സാധനം, ഈ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ പത്രം വായിക്കാനോ ഇതിനൊന്നും നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ അവിടെ നമ്മൾ മറന്നുപോയാൽ ഈ ദിക്ർ മനസ്സിലാട് ചൊല്ലുക. ഇതാണ് നമ്മളിവിടെ മറന്നാ മനസ്സ് ചൊല്ലുക. അത് അല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതേക്കൂടെ സംസാരിക്കാനൊന്നും പാടില്ല. ഒരു സംസാരം പാടില്ലാത്ത സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള എന്തെങ്കിലും സംസാരം വന്നാൽ സംസാരിക്കേണ്ട എന്നല്ല. ഉദാഹരണമായി ഇപ്പോ നമ്മൾ വീട്ടിൽ ബാത്റൂമിൽ ഇരിക്കുകയാണ്, അപ്പോഴാണ് നമ്മുടെ അലമാര തുറക്കേണ്ട ഒരു ആവശ്യം വന്നു, ചാവി എവിടെയാന്ന് ചോദിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്സുനാൻ ഉസ്താദ് DC ആയതാണ്. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ചെയ്യേണ്ടതാണ്.
ഹുസൈൻ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് എന്ന് വയസ്സല്ലേ ഈസിയായി കാണല്ലേ. ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ. ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ. ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ. തൗഫീഖ് തന്നെന്റെ സൗഭാഗ്യമാണെന്റെ സൗരഭ്യനൂറിനെ കാണുവാൻ. തൗഫീഖ് തന്നെന്റെ സൗഭാഗ്യമാണെന്റെ സൗരഭ്യനൂറിനെ കാണുവാൻ. ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ. ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ. ആ മഹാജേതാവ് വന്നുള്ള കാലത്ത് ആ പുണ്യരാജ്യത്ത് ഞങ്ങൾ ജനിച്ചില്ല. ഹക്കിന്റെ രക്ഷയ്ക്കായി പോരാടി വീണുള്ള ബദറിന്റെ യുഹദിന്റെ ത്യാഗം അറിഞ്ഞില്ല. ആ മഹാജേതാവ് വന്നുള്ള കാലത്ത് ആ പുണ്യരാജ്യത്ത് ഞങ്ങൾ ജനിച്ചില്ല. ഹക്കിന്റെ രക്ഷയ്ക്കായി പോരാടി വീണുള്ള ബദറിന്റെ യുഹദിന്റെ ത്യാഗം അറിഞ്ഞില്ല. എന്നാലും ഇഷ്കിന്റെ ചാരുത അല്പവും, എന്നാലും ഇഷ്കിന്റെ ചാരുത അല്പവും ചോരാതെ ഹൃദയത്തിൽ ചേർത്തൊരുമത്തി ഞാൻ. ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ. ത്വാഹ റസൂലോളിവേ താമര പൂമുഖം കാണുവാൻ. പതിവായി മഹബൂബിൻ റൗദയിലേക്കു ഞാൻ ഹദിയയായി സ്വലവാത്തും തസ്ലീം കൊണ്ട് മദിമാൻ വസിക്കുന്ന ത്വയ്ബയിലേക്കെന്റെ മധുരാംഗിതം മദ്ഹിൻ മണിനാദമുണ്ട്. പതിവായി മഹബൂബിൻ റൗദയിൽ നിങ്ങളുടെ ഭർത്താവ് അബ്ദുൽ ലത്തീഫ് സഖാഫി ഉസ്താദ്, അതുപോലെ അബ്ദുൽ ജലീൽ സഖാഫി തുടങ്ങിയ ഒരുപാട് ഷാദിലി ഹൽക്കിന്റെ മുഖദ്ദമീനിൽ ഞാൻ വിളിക്കാതെ തന്നെ താജുലുലമയുടെ ഹദറത്തിൽ ഷാദിലി നടക്കുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടെ വന്ന് ഞങ്ങളുമായി സഹകരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വന്ന് നമുക്ക് നേതൃത്വം നൽകി നമുക്ക് സന്തോഷം നൽകിയ മുഴുവൻ സാദാത്യങ്ങൾക്കും ഉസ്താദുമാർക്കും ദീർഘായുസ്സും മറ്റു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവർക്കും താജുലുലമയ്ക്ക് വേണ്ടിയും നമ്മുടെ ഈ സദസ്സിന് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തി തങ്ങളുടെ കയ്യിലേക്ക് ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മയക്കി വിട്ടുകൊടുക്കുന്നു. ചെയ്യുകയാണ് എല്ലാവരും.
വലിയ നേതാക്കളുണ്ട്. ഹക്കീം സാജി ഉസ്താദും പരിചരണവും ഇല്ലാത്തവരായ ഒരുപാട് മുഅ്മിനീങ്ങൾ അവരൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഓരോരുത്തർക്കുള്ള ആവശ്യങ്ങൾ ഓരോരോ മനസ്സിൽ കരുതുക. മഹാനവറുകളുടെ ഹദറത്തിലൂടെ ഒരുമിച്ച് കൂടി വെറുതെ ആവുകയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك يا لطيف يا لطيف يا لطيف يا من تفوح في السماوات والأرض، ونسألك اللهم أن تلطف بنا من خفي 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 لطفك الخفي 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 الذي إذا لطفت به لأحد من عبادك كفى، فإنك قلت وقولك الحق المبين. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. أرحم الراحمين രാജാതിരാജന അല്ലാഹുവേ, സാധുക്കളായ പാവങ്ങളായ ഞങ്ങളെ ഒരുമിച്ചുകൂടെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പോരായ്മകളെല്ലാം പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളേതൊരു മഹാന്റെ പേരിലാണ് ഒരുമിച്ച് കൂടിയത്, അവിടുത്തെ തിരു സാന്നിധ്യം കൊണ്ടും തിരുനോട്ടം കൊണ്ടും ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹു, അവിടുത്തെ ദർജയെ നീ വാനോളം ഉയർത്തണേ അല്ലാഹ്. അവരുടെ ശേഷം മശായിഖന്മാർ അവരെ ബർക്കത്ത് ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ അഫ്വ ചെയ്യണേ റഹ്മാനെ. സർവദോഷങ്ങളും നീ മറക്കണേ അല്ലാഹ്. മക്കൾ കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കുമുള്ള വിഷമങ്ങൾ നീക്കണേ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് കേൾക്കുന്നില്ല? മൈക്ക് ഫ്രീ ആണല്ലോ. അബൂ സിനാൻ ഉസ്താദ് കേൾക്കുന്നില്ല? മൈക്ക് ഫ്രീ ആക്കിയിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും.